മുറിക്കല്ലേ? ഷുവർ. പറച്ചോനെ വിചാരിച്ചോളി. പറച്ചോനെ സുക്കൂറേ, ഫുഡ് റെഡി ആയെങ്കിൽ കഴിക്കാട്ടോ. ആ, ഞാൻ ദുബായിൽ വന്നിട്ട് 3-4 ദിവസമായിട്ടും നിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ല ദസ്തഗീറേ. ഞാൻ ആ വഴിക്ക് വരാത്തുണ്ടാവും ഉസ്താദേ. കാണാൻ വാട്സപ്പിൽ 3-4 അസ്ലാമയിലേക്ക് ഞാൻ അയച്ചിരുന്നു. അതുമ്മ എല്ലാമേം ബ്ലൂടിക്ക് കണ്ടിട്ടും നിന്റെ ഒരു മറുപടി ഉണ്ടായില്ല ദസ്തഗീറേ. കുറച്ച് തിരക്കായിരുന്നു ഉസ്താദേ. അൽഹംദുലില്ലാ, തിരക്ക് നല്ലതല്ലേ? അപ്പൊ കച്ചവടം ഉഷാറാണെന്ന് സാരാംശം. അത്ര വലിയ ഉഷാറല്ല ഉസ്താദേ. എങ്കിലൊന്ന് ഉഷാറാക്കണമല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ദുവ ചെയ്യാം. ശരി ഉസ്താദേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉച്ച ഭക്ഷണം നിന്റെ വീട്ടിൽ നിന്ന് സുലേഖാന്റെ കൈപ്പുണ്യുള്ള ആഹാരം കഴിച്ചിട്ട് ഒരുപാട് കാലുപോയി. ശരി, എന്നാ ഉസ്താദ് വെക്കട്ടെ മോനെ. ശരി ഉസ്താദേ. ശരി. നമ്മുടെ ഐറ്റംസ് അല്ലല്ലോ ദസ്തഗീറേ, എല്ലാം പുതുമുഖങ്ങളാണല്ലോ. കൂട്ടത്തിൽ ഓനെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഒരു വെറൈറ്റി. വെറൈറ്റി നിന്റെ കോലത്തിലുണ്ടല്ലോ. എവിടെ നിന്റെ താടി? ഈമാൻ കുറയുണ്ടോ നിനക്ക്? ഈമാൻ ഇവിടെ ഉസ്താദേ. എവിടെ സുലേഖ? ഓളും വെറൈറ്റി ആയെന്ന് ചോദിക്കട്ടെ. സുലേഖ അവളുടെ വാപ്പാടും കൂടെ താമസിക്കാൻ വീട്ടിൽ പോയേക്കണേ. ഇതൊക്കെ പിന്നെ നീ കണ്ടേക്കതാ? കൊള്ളാലടാ. അല്ലല്ല, മെയ്ഡുണ്ട്, ജോലിക്കാരി. വിളിക്ക്. നല്ല പൊന്നാനി മത്തി നെല്ലിക്കരച്ച് കറി വെക്കണ റെസിപ്പി ഞാനൊക്കെ പറഞ്ഞു കൊടുക്കാം. വിളിക്ക്, വിളിക്കടാ, വിളിക്ക്. ജമീല, പ്ലീസ് കം. ഹായ് സർ. ശരി ഉസ്താദ്. സുലേഖ കുറച്ചു കാലമായിട്ട് ബാപ്പാന്റെ കൂടെയാണല്ലേ? എങ്കിൽ അതിന്റെ കുറവിടെ കണ്ടില്ല എന്ന് മാത്രമല്ല, ഓന്റെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറിലാണ്. അല്ല, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്തിനാണ്? പെങ്ങളെ കെട്ടിക്കാനുള്ള കാശ് എടുത്ത് മറിച്ചിട്ട് ബാപ്പാനെ പറ്റിച്ച് മുങ്ങിയെടുക്കണ ഹാമുക്കലട നീക്ക. എന്നാ പോവാ. എന്നാ ഒലക്ക വീങ്ങ പോലെ നിൽക്കാതെ പോയി വണ്ടി എടുക്കടാ. ആ മെയ്ഡ് വന്നതിന് ശേഷം അയാൾ സുലേഖനെ തീരെ വകവെക്കാതെ ആടെ ലുക്ക് തന്നെ മാറി. ആ പെണ്ണ് വിസയില്ലാണ്ടാ ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞത്. എൻ്റെ പരിചയത്തിൽ CID ഉണ്ട്. ഇല്ലീഗലായി എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയല്ല പത്രൂ. അളിയനൊരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ്. എന്ത് ചിരിയാണത്? നീ എന്താ അവിടെ വീട്ടിൽ പോണില്ലേ? നിനക്ക് എന്തെങ്കിലും വേണോ? ഐസ്ക്രീം, ബിസ്ക്കറ്റ്? ഒന്നും വേണ്ട. പിന്നെന്താ നിന്റെ പ്രശ്നം? അപ്പച്ചി, മാർക്ക് ഷീറ്റ് 182 84. ശരിക്കും ഡു ഐ ഡിസേർവ് എ ഹഗ്?
Assalamu alaikum. I'm from CID. Yes, sir. How many people staying in this house? Myself and my 3 children And and my driver. that's all? No one else? No, sir. Are you sure? Yes, sir. Sure. Come on, Baba. Get me a cup of water. Sure, sir. Please come. Where is your children and... They are in school. Driver went out. MashaAllah. Nice villa. Can I look? If you don't mind. No problem, sir. Please. Bathroom. Sure. Nice. My bedroom. Nice. Yes, sleeping. Nice, Yeah. nice. Right. Children's room. Kitchen. Listen, you will be in big trouble if you are going to keep an illegal immigrant here. Okay? No. Okay. Jamila. Oh. Are you making fool of me? Yeah, I want. There is no woman. Sheh, rascals. എന്ത് നാട് ആടെ ഉണ്ടായിരുന്നു. ഇതുകൂടി കൂട്ടി കംപ്ലീറ്റ് ചെയ്യണം. എന്റെ കൺമുമ്പി കണ്ടു ഇനി അവന്റെ ഒരു സീയടിക്കളി. المشترك الذي تحاولون الاتصال به لا يمكن الوصول إليه حاليا. കൊന്നേനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. മോർണിംഗ് ഇക്ക. നീ എന്താ അവിടെ? അല്ല എന്നും ഇങ്ങനെ പിണങ്ങിക്കാൻ പറ്റില്ലല്ലോ, കച്ചവടല്ലേ. ചന്ദ്രേട്ടാ, ഓ 1000 ഇവിടെ സാധനം ഇവിടെ ഇറക്കിയത് എനിക്കറിയില്ല. ഇവന്റെ കമ്പനി സാധനം ഇവിടെ കാണാൻ പാടില്ല. അല്ല ഇക്ക, ക്യാഷ് ഇപ്പൊ തരണ്ട. ക്യാഷാ? നിന്നായിട്ടൊരു കച്ചവടമില്ല. മേലിഞ്ഞ് ഇവിടെ കണ്ടുപോരുത്. ഇറക്കി സാധനം വേഗം ചെയ്യണം. അവന്റെ ഒരു ക്യാഷ്. Trying to exploit that gap there. He was the only fielder there. There was a fielder deep mid wicket. He had gone 5 yards on either side. It could well काम नहीं हुलू दिमाग करे आरामी काम कर ഉള്ളി പോയി എല്ലാരും കൂടി വെറുതെ പൈസ കൊടു. ഡോക്ടറൊന്നും പറഞ്ഞില്ല. അവരൊന്നും പറഞ്ഞില്ലേ? ആര്? അല്ല, വലിയ ട്രീറ്റ്മെന്റ് കിട്ടാനല്ലേ താൻ ദുബായിലെ വലിയ ഹോസ്പിറ്റലിൽ പോയത്? ഡോക്ടറോട് ഞാൻ തന്നെ പറയില്ല. ഇപ്രാവശ്യം ശരിക്കും മരിച്ചു എന്ന് വിചാരിച്ചു ഡോക്ടർ. അതുകൊണ്ടാണ് അവര് കുറിച്ച് എന്ന മെഡിസിനും ചെക്കപ്പ് ഒന്നും നിന്റെ ഇൻഷുറൻസ് കാർഡിന്റെ പരിധിയിൽ വരില്ല എന്ന് അറിഞ്ഞപ്പോൾ മരിക്കാനായിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു അല്ലേ? എടോ, രോഗം വന്നാൽ ചികിത്സിക്കണം. ഓരോന്നും സങ്കല്പിച്ചുണ്ടാക്കിയാൽ ഞാൻ തനിക്ക് എന്ത് മരുന്ന് തരിക? മനസ്സിനെ നേരെ നിർത്താൻ നോക്ക് ആദ്യം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വീക്കാവില്ല ഡോക്ടർ. ഞാൻ വീക്കാൽ എൻ്റെ കുട്ടികൾക്കാരും ഉണ്ടാവില്ല. കറക്റ്റ്. വല്ലാണ്ട് ബാറ്ററി ലോ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് എൻ്റെ ഇവിടെ എടുത്തിട്ടൊന്ന് ഷോക്ക് അടിപ്പിച്ചാൽ മതി. ഞാൻ ഫുൾ ചാർജ് ആയിക്കോളൂ ഡോക്ടർ. അല്ലാണേ. ശരി, അത് മതി. താങ്ക് യു ഡോക്ടർ. വരട്ടെ. വന്നില്ലേ? എന്താ ചാർജ പെരുമണ. ശരി ഡോക്ടർ. ദസ്തു, ഞാൻ പറയണ നീ ഒന്ന് മനസ്സിലാക്ക്. അല്ല സുരജ്, അത് ശരിയാവില്ല. അതാണ്
അതുകൊണ്ടാണ്. ദസ്തു നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. കൂട്ടത്തിൽ ഒരാൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കണ്ടറിഞ്ഞ് ഷെയർ ചെയ്യാനുള്ള അധികാരം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പ്? ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. 10 തവണയുള്ള ചിട്ടി തുടങ്ങുന്നു. 10,000 ദിറംസ് പെർ മന്ത്. ആദ്യത്തെ നറുക്ക് നിനക്ക് എടുക്കാം, ബാക്കി മാസം എല്ലാവർക്കും നറുക്കിട്ടെടുക്കാം. മാസം അടയ്ക്കണട്ടാ. സൂരജ് അങ്ങനെ ഇത് ആദ്യത്തെ നറുക്കിന്റെ കാശ്. ഇതുകൊണ്ട് തീർക്കാവുന്ന പ്രശ്നം ഇപ്പൊ നിനക്കുള്ളൂ. പിടിക്കി ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യും, വാട്സപ്പിൽ വലിയ വലിയ ആദർശനം പറയുകയും ചെയ്യുന്ന സുഹൃത്തുക്കളടുത്ത് ചെറിയ സഹായം ചോദിച്ചു നോക്കണം. അപ്പറിയാം. ഇത് ഞാൻ വിചാരിച്ചില്ല. വല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ സഹായം മറക്കൂല. Rumi, come sit with me during lunch. ഇപ്പോഴും ഫ്രണ്ട്സിന്റെ കൂട്ടിലിരിക്കില്ല. ശരി മുതലാളി. ചന്ദ്രേട്ടാ, വണ്ടി ഞാൻ എടുക്കാം. ബാഗ് കേറ്. വണ്ടി ഓടിക്കണ്ടേ? അതെ. അന്നത്തെ ആക്സിഡന്റ് ശേഷം ആദ്യമായിട്ട് വണ്ടി ഓടിക്കണം. ധൈര്യമായിട്ട് ഓടിച്ചോ. അപ്പോ ഇനി എനിക്ക് സമാധാനമായിട്ട് നാട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമല്ലോ അല്ലേ? അടുത്ത ആഴ്ച കുട്ടികളുടെ വെക്കേഷൻ തുടങ്ങുമല്ലേ? പോവാൻ ചന്ദ്രേട്ടാ. ശമ്പളം തരണ്ടേ? വേണ്ടേ? ഞാൻ തന്നെയല്ലേ ചന്ദ്രൻ എത്ര ലേറ്റ് ആക്കി നാട്ടിൽ പോവാൻ. പിന്നെ അവിടുത്തെ പച്ചപ്പൊക്കെ കണ്ട് നൊസ്റ്റാൾജി അടിച്ച് അവിടെ നിൽക്കരുത്. വേഗം കൂടി തിരിച്ചു പോകണം. ഇവിടെ കുറെ പണിയുള്ളതോ. ഞാൻ നിങ്ങളെ വിട്ട് എവിടെ പോവാനാ? നമുക്ക് നാടൊന്നും ശരിയാകൂലേ നിങ്ങളുടെ കൂടെ തന്നെ. ഇനി ശമ്പളം കിട്ടാത്തോണ്ട് ആരും എന്നെ കാണിക്കാൻ വേണ്ടി ഓവറായിട്ട് പണിയെടുക്കണ്ട. എല്ലാം ഇതെന്താ ഫ്രൂട്ട്സിന്റെ അർക്കല്ല മോനെ. വീട്ടിൽ കൊടുക്കണോട്ടാ. സ്മൈൽ കരോ. ഹാപ്പി. ആ ടിറ്റോ, നിന്റെ ബാലൻസ് എത്രയെന്ന് പറഞ്ഞോ? എല്ലാം ക്ലോസ് ആയി വേണ്ടി പോണേ. ഇനി നമുക്ക് പുതുതായിട്ട് തുടങ്ങാം. ലോട്ടറി വല്ല അടിച്ചാ? പിടിമോനെ, ചന്തുക്ക് എന്നെ തുപ്പിക്കാനാവില്ല മക്കളെ. പിടി, എണ്ണി വെക്ക്. ഇനി കൂടിന്ന് പറയരുത്. ഇവിടെ അല്ലേ? പുതിയ സ്റ്റോക്ക് ഇറക്കിയോ? ഓക്കെ. ഇയാൾക്ക് പറ്റിയാവോ? പൈസ കൊടുത്തപ്പോ എന്തൊരാശ്വാസം. എടാ, പൈസയുടെ ഭംഗി നോക്കി കണ്ടുകൊണ്ട് പോവാ. സാധനം ഇറക്ക്. ഇനി അത് വേറെ ആൾ വിളിക്കണോ? ഇതാരാണ്? ചന്ദ്രേട്ടൻ ഷൈനിങ്ങിലാണല്ലോ. താടിയൊക്കെ പഠിച്ച് പൊഞ്ചനായില്ല. സുശീലത്തൊക്കെ ആള് മാറിപ്പോ. സാധ്യതയുണ്ട്. കൊല്ലം 4 കണ്ടിട്ട്. അബീബേ, തും ചന്ദ്രേട്ടൻ को एयरपोर्ट छोड़ कर आओ. ठीक है साहब. പിന്നെ ദേ അവിടെ ചുറ്റിക്കറങ്ങിക്കാട് വേഗം കൊണ്ട് പോന്നോളണം. ഇവിടുത്തെ കാര്യങ്ങൾ ചന്ദ്രനില്ലെങ്കിൽ അറിയാലോ. ഇതിരിക്കട്ടെ, പോയിട്ടോ. സങ്കടമല്ലേ? പോയിട്ടോ. പോയിട്ട് വരാം. സത്താറെ, നൗഷാദേ, ചന്ദ്രേട്ടൻ പോവാട്ടോ. ഓക്കെ. പാസ്പോർട്ട് എത്തില്ലേ? ഓ ശരി, പോയിട്ടോ. Jamila. Hello, Jamila. Hello, sir. Where are you? How many times I called you? Sir, I'm in trouble. What? Jamila, sorry. I can't do this, Ivan. You can't force me. This is an opportunity. You know that. Jamila, is there any problem? Who's this man?
Please give me some time, Ivan. I'll meet you here after an hour. Please. Sir, come with me. He's my cousin's friend, sir. He's trying to exploit my situation by offering me a dirty job. A job of money and luxury, but a dirty job. I don't want that, sir. I thought of you today, and I felt so secure at your home. I felt just like my family. I don't know if right or wrong, but can I ask you a question? Yes. എന്താ? Is there any chance I can stay with you again? With your family? I mean legally. Legally? How? I mean, can you marry me? Jamila? I don't want anything, sir, but a safe place, a shelter. It will only be on the papers. I will be living with you as the same housemaid. I won't disturb your family life. Sir, I'm sorry. I just asked. Forget it. Sorry, Jamila. Sorry. Dilruba, this is nice. You learned how to cook. No other way, so we just managed. We missed you, Jamila auntie. Oof, bhayangara kaattu. Eat. It's okay. Don't worry. I'll taste everything. You're treating me like your guest. You are our guest today. UAE ഭരണകൂടം അനധികൃത താമസക്കാർക്ക് പ്രഖ്യാപിച്ച പ്രത്യേക ഇളവുകാലം അടുത്തയാഴ്ച അവസാനിക്കുകയാണ്. നിയമവിരുദ്ധരായ വിദേശികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ വിദേശികൾ താമസിക്കുന്ന ഇടങ്ങളിൽ എല്ലാ വഴിയും നടക്കും. What is he doing? എന്തേ കിടക്കാറായില്ലേ? പോയി കിടന്നു പോ. What happened? What are you doing to the poor animals, sir? I told you I don't like cats. And good night. Take this. Okay? Good night, sir. പോയി കിടന്ന എല്ലാരും എന്തോ കേൾക്കണ. Good morning. Good morning. Chotti. Tindu. What? Enda? What happened to Mummy? എന്താ
പൂച്ച ഈ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ രാത്രി മുഴുവൻ കരഞ്ഞത്? ഇങ്ങളാ വാപ്പച്ചി ഇവറ്റോളെ കൊന്നത്. വാപ്പച്ചി, ഞങ്ങൾ ഉമ്മച്ചിയുടെ അടുത്തേക്ക് പോവാ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർത്താ മതി. ഞങ്ങൾക്ക് രണ്ടാളെയും വേണം. വാ റൂമി. എന്തേ? ഞാൻ പോകണുള്ള അപ്പച്ചേരിക്കാവില്ലേ? കുഴപ്പമില്ല, പോയിക്കോ. വെക്കേഷനിൽ ഉമ്മാർത്ത് പോയിരുന്നു. അപ്പച്ചി ടേക്ക് കെയർ അപ്പച്ചി. പെങ്ങന്മാർ നോക്കണേ. Sir? I decided to go back home, sir. I want to see my daughter. Your daughter? You told you are not married? I'm not married, sir, but I have a daughter. Because I was a victim. A rape victim. So, I left my baby there. But now I realize that I'm a mother. Like that cat. I just want to take care of her, live for her. So, can you please send me back home? Sure. Alright. حاضرين هاي خدمة. شكرا. هاي خدمة. ايش اسم انت؟ جميلة.
ഹലോ വാപ്പച്ചി ഉമ്മച്ചിയെ ഫാക്കിയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഹോസ്പിറ്റലാ? എന്തിന്? ഒന്ന് വേഗം വാ. ഹലോ കട്ടായി. ഉമ്മ എവിടെ? ഉമ്മക്ക് എന്താ പറ്റിയേ? പേടിപ്പിച്ചു വന്നല്ല. പോയി അന്ന് ദുബായിക്ക് വന്നത് സ്കാൻ ചെയ്ത് നോക്കാനായിരുന്നു. അന്നേ ഞാനത് അറിഞ്ഞതായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ തമ്മിൽ വഴക്കുണ്ടായത്. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കൂല എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ മാറിയെന്നത്. അല്ലാതെ ഇട്ടിട്ട് പോയതൊന്നുമല്ല. നീ ഇങ്ങനെ ചിരിക്കില്ല സുലു. നിന്റെ ഈ ചിരിയാണ് എല്ലാത്തിനും കാരണം. എന്താ ചിരിച്ചാൽ? ചിരിച്ച പിന്നെ മക്കളെ കാണിച്ചു തരാം.